ഹലോ ചങ്ങായിമാരെ, ഇതാ ഇന്നൊരു ചെറിയ ചെക്കൻ 18 വയസ്സുള്ള ചെക്കൻ കടലിൽ കൊണ്ട് മരിച്ചിട്ടുണ്ട്. എന്താ ചെയ്യുക? എന്താ പറയുക, എല്ലാ കുളത്തിലും കായലിലും വേണ്ടത്തിലും എല്ലാം വെള്ളം നിറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവിടെ തുള്ളുന്നതിന് മുമ്പെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ഇത് തുള്ളിയ പാടനെ നേരെ ക്രോസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അന്നേരമാണ് ഈ മസിലെല്ലാം പിടിക്കലും എല്ലാം അടങ്ങാറെല്ലാം വരുന്നത്. ഇപ്പോൾ കുളത്തിൽ എത്തിയ പാടൊന്ന് കുളമെല്ലാം നിരീക്ഷിക്കുക. അവിടെ 2 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഒന്ന് ചെറിയ നോട്ടത്തിൽ നീന്തിയതിന് മാത്രം ക്രോസിങ്ങും കാര്യത്തിനെല്ലാം നിൽക്കുക. ചങ്ങായി കടലിൽ വീണ മരിച്ചത്. എന്തായാലും അതിൽ കുളത്തിൽ പോകുന്ന ആൾക്കാരോട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കുളത്തിൽ തുള്ളിയവണെ നേരെ ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കും. അന്നേരം ഈ മസിൽ പിടിക്കുക ഇടങ്ങാറും എല്ലാം വരുന്നത്. ആദ്യം കുളത്തിൻ്റെ ആടുന്ന ആ സ്റ്റെപ്പിൻ്റെ ആടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് പോയതിന് ശേഷം മാത്രം ഒന്ന് ഫുള്ള് ക്രോസ് ചെയ്യാൻ നീന്തുക. അത് നീന്തുന്നതിന് മുമ്പേ അവിടെ പരിചയമുള്ള ആൾക്കാരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയും ഞാൻ ഒന്ന് ക്രോസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞതിന് മാത്രം ക്രോസ് ചെയ്യാൻ നിൽക്കുക. എന്നാലും അവരൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കൂ. ആരായാലും ഏതെങ്കിലും നാട്ടുകാരല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാവും. ഇല്ലെങ്കിൽ നാട്ടുകാരെല്ലാം ഒന്ന് ചോദിക്കുക ഈ കുളത്തിൻ്റെ ഹാലെന്താണെന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞ് മാത്രം ഒന്ന് ഡൈവടിയും കാര്യത്തിനെല്ലാം നിൽക്കുക പോയി. കാരണം ഇന്നത്തെ കടലിൽ വീണ് ചെക്കൻ മരിച്ചാൽ 18 വയസ്സുള്ള ചെക്കനായിട്ടാണ്. എന്തെല്ലാം ആഗ്രഹവും പ്രതീക്ഷയെല്ലാം ഉണ്ടാവും. ആ വീട്ടുകാർക്ക് പഠിച്ചോ നല്ല ക്ഷമ കൊടുക്കട്ടെ. എന്താ ചെയ്യലേ? നല്ല പച്ചക്കളർ വെള്ളവും നല്ല അറ്റ്മോസ്ഫിയറെല്ലാം കാണുമ്പോൾ കുറേ റീലെല്ലാം കണ്ടാൽ മൈൻഡിലുണ്ടാവും. അതെല്ലാം പ്രതീക്ഷിച്ചാൽ ചടക്കോന്നുള്ള തുള്ളാൻ. അപ്പം എന്ന് പറഞ്ഞാൽ ഇതിനുള്ളിൽ അതിൻ്റെ കുളത്തിൻ്റെ ഹാലെന്താന്ന് അടിയിലത്തെ ഹാലെന്നൊന്നും അറിയില്ല. അപ്പോൾ ചളിയെല്ലാം ഉണ്ടാവും. അപ്പോൾ കുറച്ച് സമയം ആദ്യം കുളം ഒന്ന് നിരീക്ഷിക്കുക. നാട്ടുകാരുണ്ടെങ്കിൽ നാട്ടുകാർ ജസ്റ്റ് അഭിപ്രായം ചോദിക്കുക. കുളത്തിന് എന്താണ് സംഭവം എന്നെല്ലാം ചോദിക്കുക. ആയുണ്ടോ എന്നെല്ലാം ചോദിക്കുക. വെറുതെ ഒരു 2 മിനിറ്റ് ആരോടെങ്കിലും നാട്ടുകാരെല്ലാം വർത്താനം പറയാം. അതിനുശേഷം മാത്രം തുള്ളുക. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. എല്ലാവർക്കും നല്ലത് മാത്രം ദൈവം വരുത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കണ്ണൂരിലെ ടൗണിലെ ഒരു പ്രമുഖ കുളമാണ്. അറിയുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യും എന്ന വിശ്വാസത്തിൽ ക്യാമറാമാൻ സയ്യിർ മുസ്തഫാക്കൊപ്പം കണ്ണൂർ സുൽത്താൻ. ഈ കുളത്തിൻ്റെ പേര് അറിയുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യും. കണ്ണൂർ ടൗണിലുള്ള കുള, ടൗണിൽ ഹൃദയഭാഗത്തുനിന്ന് പറയാല്ലേ, ഹൃദയത്തിൻ്റെ കുറച്ചിങ്ങോട്ട് തെറ്റിയിട്ട് അപ്പോൾ അറിയുന്ന ആൾക്കാർ ഈ കുളത്തിൻ്റെ പേര് കമൻറ്റ് ചെയ്യും. ഓക്കെ.